പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. ചാരപ്രവൃത്തി ചെയ്യുന്നവരെ ബോധപൂർവം കൊണ്ടുവന്നുവെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ടൂറിസം വകുപ്പ് സാമൂഹ്യ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിലാണ് ജ്യോതി മൽഹോത്രയുടെ പേരുള്ളത്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തതെന്നാണ് വ്യക്തമാക്കുന്നത്. യാത്രയും താമസവും ഒരുക്കിയത് ടൂറിസം വകുപ്പാണ്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടികയാണ് പുറത്തുവന്നത്. ഇവരെ സർക്കാർ അതിഥികളായി പരിഗണിക്കില്ല എന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. അതേസമയം ആരുടെയെങ്കിലും പ്രതികരണം എടുത്തിട്ടാണോ വാർത്ത നൽകേണ്ടതെന്നും വസ്തുതകൾ അന്വേഷിച്ച് വേണം വാർത്ത നൽകാനെന്നും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. എത്രയോ കാലമായി കേരളത്തിൽ എങ്ങനെയാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെയാണ് ടൂറിസം വകുപ്പ് ഇപ്പോഴും ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ അർത്ഥത്തിലാണ് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് ഊഹിച്ചാൽ പോരെ. ഇതിലേക്ക് എന്താ നമ്മൾ ഇങ്ങനെ ഒരു ബോധപൂർവം കൊണ്ടുവരുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചാരക്കേസിൽ പിടിയിലായ ജ്യോതി മൽഹോത്ര നിലവിൽ ജയിലിലാണ്. മീഡിയ 1 കൊച്ചി.